കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള പവിഴപ്പുറ്റ് സമൂഹം തിരുവനന്തപുരത്ത് കണ്ടെത്തി. തുമ്പ മുതൽ പുത്തൻതോപ്പ് വരെ 3 കിലോമീറ്ററോളം നീളമുള്ള പവിഴപ്പുറ്റ് സമൂഹത്തെയാണ് കണ്ടെത്തിയത്. ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ആഴക്കടൽ ഡൈവിംഗിലാണ് കണ്ടെത്തൽ. ആഴക്കടൽ മുങ്ങൽ വിദഗ്ധനും സ്വതന്ത്ര ഗവേഷകനുമായ തിരുവനന്തപുരം വല്യതുറ സ്വദേശി റോബർട്ട് പനിപ്പിള്ളയുടെ നേതൃത്വത്തിൽ 2025 മാർച്ചിലായിരുന്നു പവിഴജീവി സമൂഹത്തെ കണ്ടെത്തിയത്. തുമ്പ മുതൽ പുത്തൻതോപ്പ് വരെ 3 കിലോമീറ്ററോളം നീളമുള്ള പവിഴജീവി സമൂഹമായിരുന്നു അത്. തുമ്പ കടലിൽ 23 മീറ്റർ ആഴത്തിലാണ് ഇവയെ കണ്ടെത്തിയത്. കേരളത്തിൽ സജീവമല്ലാത്ത ഡിസ്പാൻഡ്രിയ ഫേവറസ് എന്ന ഇനം പവിഴജീവികളെയാണ് തുമ്പ തീരത്ത് നിന്നും കണ്ടെത്തിയത്. ഡെൻഡ്രോഫീലിയ sp, ട്യൂബാസ്ട്രി sp എന്ന ഇനം പാരുകളുടെ കൂട്ടവുമുണ്ട് ഇതിനൊപ്പം. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ കടലുകളെ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് രേഖപ്പെടുത്തി വരുന്നുണ്ട്. പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത് വളരെ ആഴം കുറഞ്ഞ ഇടങ്ങളിൽ, കോറൽ റീഫ്സ് എന്ന് പറയുന്നത് വളരെ ആഴം കുറഞ്ഞ കടലിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്, ഒരു പാരിസ്ഥിതിക പ്രതിഭാസമാണ്. നമുക്കിവിടെ ലക്ഷദ്വീപിലും അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാറിലും ഗൾഫ് ഓഫ് മന്നാറിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന കോറൽ റീഫ്സ് കാണുന്നത്. ഇത് പവിഴജീവികളുടെ പാച്ചസ്, വ്യത്യസ്ത പവിഴജീവികളുടെ ചെറു കൂട്ടങ്ങൾ ധാരാളമായി ഉള്ള ഒരു പ്രദേശമാണ്. 23 മീറ്റർ ഡെപ്തുള്ള തുമ്പയ്ക്ക് നേരെയുള്ള, സെയിൻറ്റ് ആൻഡ്രൂസിന് നേരെയുള്ള ആ കടലിലാണ് കോറൽ പാച്ചസ് ഉള്ള ഒരു മേഖല, ആയിരക്കണക്കിന് കോറലുകളുടെ പാച്ചസ് ഉള്ള ഒരു മേഖല ഞങ്ങൾക്ക് പകർത്താൻ കഴിഞ്ഞത്. കരയോട് ചേർന്നുള്ള സമുദ്രത്തിന്റെ അടിത്തട്ടിനെ കുറിച്ച് പഠിക്കാൻ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിന്റെ നേതൃത്വത്തിൽ പലപ്പോഴും ആഴക്കടൽ പര്യവേക്ഷണം നടക്കുന്നുണ്ട്. അങ്ങനെ തീരത്തോട് ചേർന്ന് രൂപപ്പെടുന്ന പവിഴജീവി സമൂഹങ്ങൾ തിരുവനന്തപുരത്ത് മുൻപും കണ്ടെത്തിയിട്ടുണ്ട്. കോവളം, വിഴിഞ്ഞം തീരങ്ങളിൽ വിപുലമായ പാരുകളുടെ വിക്ഷേപങ്ങൾ മുൻപ് കണ്ടെത്തിയിരുന്നു. കടൽ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഇവയെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവേഷണ സംഘം. ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിനൊപ്പം ക്യുഫോസ്, കേരള സർവകലാശാല അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പ്, സ്കൂബ കൊച്ചിൻ, സൗത്ത് ഇന്ത്യ ഓഫ് ഫിഷർമെൻ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ തുമ്പ തീരത്ത് കണ്ടെത്തിയ പാരുകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കരയിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യങ്ങളുള്ളത് കടലിലാണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ വരുന്ന ഈ കണ്ടെത്തലുകൾ. ക്യാമറാമാൻ വിജു എം സായിക്കൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.